വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സഹപ്രവർത്തകരെ, ഒരിക്കലും കൊടുക്കപ്പെടാൻ കഴിയാത്ത യുക്തിരഹിതമായ കാര്യമാണ് ഇന്നിവിടെ UN ജനറൽ അസംബ്ലിയിൽ സംഭവിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് നാഷൻ ചാർട്ടർ നശിപ്പിക്കപ്പെടുകയാണ്. The UN Charter, നാം ഇവിടെ ചെയ്യേണ്ടതെല്ലാമുള്ള പവിത്രമായ പ്രമാണം, അത് ചവിട്ടി മെതിക്കപ്പെടുകയാണ്, ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. ഈ ഓർഗനൈസേഷന്റെ കെട്ടുറപ്പിന് വേണ്ടി രൂപപ്പെടുത്തിയ മൂല്യങ്ങൾക്ക് മീതെ നിങ്ങൾ തുപ്പുകയാണ്. ഇന്നത്തെ വിനാശകരമായ തീരുമാനത്തിലൂടെ നിങ്ങൾ സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനത്തെ മറികടക്കുകയും ഈ സംഘടനയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. ചില കാരണത്താലാണ് ഈ ചാർട്ടർ തയ്യാറാക്കിയത്. പക്ഷേ നിങ്ങളാരും അത് വിശദീകരിക്കുന്ന മാനദണ്ഡങ്ങളെ കുറിച്ച് ഗൗനിക്കുന്നില്ല. പുതിയ UN മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിനെ കുറിച്ച് UN ചാർട്ടർ എന്താണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഐക്യരാഷ്ട്രസഭയുടെ അംഗത്വം സെക്യൂരിറ്റി കൗൺസിലിനോട് വിധേയത്വമുള്ള ഏത് സമാധാന പ്രേമികളായ രാജ്യത്തിനും ലഭിക്കാവുന്നതാണ്. നമ്പർ 2, അത്തരത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തിന് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമെടുക്കുന്നതിന് സുരക്ഷാ കൗൺസിലിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതുസഭ തീരുമാനമെടുക്കണം. ഇന്നത്തെ ഈ വോട്ടെടുപ്പിലൂടെ നിങ്ങൾ ചാർട്ടർ ലംഘിച്ച് സുരക്ഷാ കൗൺസിലിനെ മറികടക്കുക മാത്രമല്ല, പീസ് ലവിംഗ് എന്ന ആശയത്തെ നശിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. നിങ്ങൾ അറിയുക, ഫലസ്തീനികൾ പീസ് ലവിംഗ് എന്ന ആശയത്തിന് നേരെ എതിരാണ്. നിങ്ങൾ ഇന്നറിയണം, 1947 മുതൽ ഇവർ UN പാർട്ടീഷൻ പദ്ധതിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ അന്നും ഇന്നും ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണ്. അവർ സമാധാനം കാംക്ഷികളല്ല, ഭീകരതയെ സ്നേഹിക്കുന്നവരാണ്. പലസ്തീൻ അതോറിറ്റി ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി ഫണ്ട് നൽകുന്നു, ഭീകരതക്കായി. അതാണ് അവരുടെ ബഡ്ജറ്റ്. അവർ ക്ലാസുകളിൽ പഠിപ്പിക്കുന്നത് ജിഹാദും രക്തസാക്ഷിത്വവുമാണ്. അവർ കൊലപാതകവും മരണവും മഹത്വവൽക്കരിക്കുന്നു. പലസ്തീനികൾ അവരുടെ കുട്ടികളെ ഉപദേശിക്കുന്നത് ഇസ്രായേലിനെതിരെ കൊല്ലാനും ഭീകരത ചെയ്യാനുമാണ്. ഇസ്രായേലികൾ പ്രതിരോധിക്കുമ്പോൾ അവർ ഇവിടെ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. സൂയിസൈഡ് അറ്റാക്കിനും ടെറർ അറ്റാക്കിനും അവരെയെല്ലാം അയച്ചത് പലസ്തീനികളല്ലായെങ്കിൽ എന്തുകൊണ്ടാണ് ഒരൊറ്റ നേതാവ് പോലും ഒക്ടോബർ 7 അറ്റാക്കിനെ അപലപിക്കാതിരിക്കുന്നത്? അവർ വിളിക്കുന്നത് ഹമാസിനെ ബ്രദേഴ്സ് എന്നാണ്. ഈ തീവ്രവാദ പ്രസ്ഥാനത്തിനാണോ നിങ്ങൾ ഒരു രാജ്യത്തിന്റെ അവകാശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ജൂതരെ വെറുക്കുന്ന കാലത്തോളം ഫലസ്തീനികൾ സമാധാനപ്രിയരല്ല എന്ന കാര്യം നിങ്ങൾ കാര്യമാക്കില്ല. UN ചാർട്ടറിനോടുള്ള ബാധ്യത എന്താണെന്നറിഞ്ഞിട്ടും നിങ്ങളിവിടെ എത്തിയിട്ടുള്ളതിനാൽ UN ചാർട്ടർ എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നതെന്ന് തുറന്നുകാട്ടാൻ കഴിയുന്നു. ഇത് ഇസ്രായേലികളുടെയും ജൂതന്മാരുടെയും ജീവിതത്തിലാകുമ്പോൾ നിങ്ങളിൽ UN ചാർട്ടർ ഒന്നും അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ ഈ ചാർട്ടർ നിരാകരിക്കുകയും ഫലസ്തീന് കൂടുതൽ അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ധാർമ്മികത വെറുമൊരു മുദ്രാവാക്യമാണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. രാഷ്ട്രീയവും താൽപര്യങ്ങളും നിങ്ങൾക്ക് പ്രബലമാകുമ്പോൾ UN ചാർട്ടർ അർത്ഥശൂന്യമായ ഒരു രേഖ മാത്രമാകുന്നു. ഇന്നത്തെ വോട്ടെടുപ്പ് അത് തെളിയിക്കും. ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 7 ക്രൂരതകളുടെ ചാരത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ചാർട്ടർ ഇല്ലാതാക്കുന്നത്. എന്തിനുവേണ്ടി? ഈ ദിവസം കുപ്രസിദ്ധിയിൽ ആഴ്ന്നുപോകും. 6 മില്യൺ ജൂതരുടെ ആസൂത്രിതമായ കൊലപാതകത്തിന് ശേഷം സ്ഥാപിതമായ UN സംഘടന അതിന്റെ സ്ഥാപക ചാർട്ടർ യാതൊരു ശ്രദ്ധയും നൽകാതെ മറ്റൊരു വംശഹത്യാ ഭരണകൂടത്തിനു വേണ്ടി മുന്നോട്ടു പോവുകയാണ്. അത് ജൂതജനതയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ്.
ഞാൻ മുഴുവൻ ലോകത്തോടും ഈ നിമിഷം ഓർക്കാൻ ആവശ്യപ്പെടുകയാണ്, അതുവഴി ഈ അധാർമിക പ്രവൃത്തിയെ ഓർക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു മിറർ ഉയർത്തിപ്പിടിക്കുന്നു. ഇതാണ് ആ മിറർ. ഈ നശിച്ച വോട്ടുകൊണ്ട് UN ചാർട്ടറിൽ നിങ്ങൾ എന്താണ് വരുത്തുന്നതെന്ന് അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് UN ചാർട്ടർ കീറുന്നത്. അതെ അതെ, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. UN ചാർട്ടർ കീറുകയാണ്. എനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നുന്നു.